യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. കേരളത്തിലെ 5 വിശുദ്ധരിലെ 2 പേരുടെയും ജന്മദേശമായ തൃശ്ശൂർ ജില്ലയിലാണ് നാം ഇന്നായിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള അവർണ്ണനീയമായ സ്നേഹത്തിലും അചഞ്ചലമായ വിശ്വാസത്തിലും സമ്പന്നരാണ് തൃശ്ശൂർ അതിരൂപത എന്നുള്ളതിൻ്റെ തെളിവാണ് വിശുദ്ധ ഏവുപ്രസ്യാമയും വിശുദ്ധ മറിയം ത്രേസ്യയും. ഈ 2 വിശുദ്ധരുടെ കൂടെ ഈ ഇടവക ജനങ്ങൾ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു വിശുദ്ധൻ കൂടിയുണ്ട്, വിശുദ്ധ അന്തോണീസ്. പാതുവായിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുകയും തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നതെല്ലാം ഇവിടെ ഇരിക്കുന്ന ഈ ഇടവക ജനങ്ങളുടെ വിശ്വാസവും ഭക്തിയുമാണ് ഉയർത്തിക്കാട്ടുന്നത്. MSTയുടെ പ്രേഷിത വാഹിനി അവശേഷിക്കുന്ന ഒരു പാർട്ടിസിപ്പൻറ്റും ബാക്കിയുള്ള സമ്മാനങ്ങളും പ്രോഗ്രാംസുമായിട്ട് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഗുരുവായൂർ സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. അപ്പോൾ ഓഡിയൻസിനെ ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ളൊരു കണ്ടസ്റ്റന്റിനെ അങ്ങ് വിളിച്ചാലോ? നമുക്ക് ബാക്കിയുള്ളത് മനാസാണ്. മനാസിനെ ഏറെ സ്നേഹത്തോടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. മനാസ് പ്രേഷിത വാഹിനിയിൽ കയറി ക്വിസ് തുടങ്ങാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ചുമ്മാ കയറ്റിയാൽ മതിയോ? പോരല്ലോ. അപ്പം അതിനായിട്ട് നമ്മൾ മനാസിൻ്റെ ഒരു പ്രൊഫൈൽ വീഡിയോ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഹായ്, എൻ്റെ പേര് മനാസ് ജോർജ്. ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 ഉണ്ണികളുണ്ട്. കൂടാതെ എൻ്റെ വീട്ടിൽ അമ്മാമ്മയും പേപ്പനും മേമയും അവരുടെ 3 കുട്ടികളും ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കൂട്ടുകുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ സെൻറ് തോമസ് ചർച്ച് ബ്രഹ്മകുളം ആണ് എൻ്റെ ഇടവക. അവിടെയാണ് എൻ്റെ കൊച്ചു വീട് സ്റ്റേ ചെയ്യുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യണമെന്ന് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ എന്നോട് പറയാറുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ മനാസിൻ്റെ പ്രൊഫൈൽ വീഡിയോ? എല്ലാവരും ഭയങ്കര കൈയടിച്ചിട്ട് പൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സന്തോഷത്തോടെ ഇവരുടെ അതേ സപ്പോർട്ടോടെ നമുക്ക് പ്രേഷിത വാഹിനിയിലേക്ക് കയറിയാലോ മനാസേ? അങ്ങനെയാണെങ്കിൽ ഓടി കയറിക്കോ. റെഡിയല്ലേ? ഒട്ടും നമുക്ക് ലേറ്റ് ആക്കണ്ട. റൂൾസ് ഒക്കെ മനാസിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് 4 റൗണ്ട്. ആദ്യം ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. മനാസേ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പത്രോസിൻ്റെ ആദ്യത്തെ പിൻഗാമി ആര്? ഓപ്ഷൻസ് വായിക്കാം. വിശുദ്ധ ലിനോസ്, വിശുദ്ധ ക്ലെമന്റ്, വിശുദ്ധ പയസ്, വിശുദ്ധ സ്റ്റെഫാനോസ്. വിശുദ്ധ ലിനോസ്. ചാടിക്കേറി മനാസ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ ലിനോസ് എന്ന്. ശരിയാണോ നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, വിശുദ്ധ ലിനോസ്. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കർദിനാൾ സംഘത്തിന് പൊതുവെ പറയുന്ന പേര്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കർദിനാൾ സംഘത്തിന് പൊതുവെ പറയുന്ന പേര് എന്താണ്? ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓഡിയൻസിൻ്റെ ആരുടെങ്കിലും ഒരാളുടെ സഹായം വേണോ? ആരെ വിളിക്കാം? ആര് വന്നാലായിരിക്കും മനാസിന് കറക്റ്റ് ഉത്തരം പറഞ്ഞുതരിക? നിങ്ങൾ ആരാ വരുന്നേ? ഓഡിയൻസിൽ നിന്ന് മനാസിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് ഓഡിയൻസിൽ നിന്ന് ആരാ വരുന്നേ? ആൻസർ അറിയോ? ഇതോ ഒരു കുഞ്ഞു കൊച്ച് കൈ ഉയർത്തിയിട്ടുണ്ട്. ചാടിക്കയറി നമ്മുടെ മിടുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ശരിയാണെങ്കിൽ നമ്മുടെ ഈ കൊച്ചു മിടുക്കന് നമ്മളൊരു സമ്മാനം കൊടുക്കും കേട്ടോ.
College of Cardinals. ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. കോളേജ് ഓഫ് കാർഡിനൽസ് എന്ത് പറയുന്നു? ആ ആൻസർ നോക്കാണോ? ശരിയാണ്. ശരിയാണ്. ഉത്തരം നോക്കുന്നൊന്നുമില്ല, ശരിയാണ്. നോക്കിയാലോ എന്നാ? കറക്റ്റ് ആണ്, നോക്കാം. കോളേജ് ഓഫ് കാർഡിനൽസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഒരു കാര്യം ചെയ്താലോ, അവിടെ കയറി ഒരു സമ്മാനം എടുത്ത് നമ്മുടെ ചേട്ടന് കൊടുക്കാം. ചേട്ടൻ എന്ത് ചെയ്യണം? നമ്മുടെ മിടുക്കന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു സമ്മാനം എടുത്ത് മിടുക്കന് കൊടുക്കണം. ഒട്ടും താമസിക്കാതെ അടുത്ത റൗണ്ടിലേക്ക് കിടന്നാലോ? ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെൻറ്റ് തോമസ്, മിഷൻ. സെൻറ്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സീറോ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തന മാർഗരേഖയുടെ പേരെന്ത്? ഓപ്ഷൻസ് വായിക്കാം. രക്ഷകന്റെ സുവിശേഷം, ജനതകളിലേക്ക്, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുവാൻ, രക്ഷകന്റെ മിഷൻ. ജനതകളിലേക്ക് എന്നുള്ള ഉത്തരമാണ് ഇപ്പം മനാസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. സീറോ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തന മാർഗരേഖ, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുവാൻ. ഉത്തരം മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. പക്ഷേ ഈ റൗണ്ടിനുള്ള സമ്മാനം കൊടുക്കാനായിട്ടില്ല അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മാർത്തോമ ക്രിസ്ത്യാനികളുടെ രാജാവ് എന്ന പേരിൽ കേരളത്തിൽ ഭരണം നടത്തിയ രാജവംശം ഏത്? വില്ലാർവട്ടം. മനാസ് ഒട്ടും നോക്കാതെ ആലോചിക്കാതെ ഒരു ഉത്തരം ചാടി പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്യല്ലേ? ചെക്ക് ചെയ്യാം. വില്ലാർവട്ടം കറക്റ്റ് ആൻസർ ആണ്. സമ്മാനം വേണ്ടേ മനാസേ? അപ്പോൾ മനാസ് 2 റൗണ്ട് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ചിരിക്കുക. അപ്പോൾ മനാസിന് മാത്രം മതിയോ സമ്മാനങ്ങൾ? നിങ്ങൾക്കും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ചോദ്യം ഇതാണ്: ഗുരുവായൂർ പള്ളിയിലെ ആദ്യ സ്ഥിര വികാരി ആര്? ചേട്ടൻ കൈപൊക്കിയിട്ടുണ്ട്. ആൻസർ അറിയാമെങ്കിൽ മുന്നോട്ട് പോരെ. ഫാദർ ഇഗ്നേഷ്യസ് വെളിയന്നൂക്കാരൻ. കറക്റ്റ് ആയിരിക്കോ? അപ്പോൾ ആൻസർ പറഞ്ഞോട്ടെ. ആൻസർ ഇതാണ്: ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് വെളിയന്നൂക്കാരൻ. ആൻസർ കറക്റ്റ് ആണ്. മനാസേ, അപ്പോൾ ബാക്കി നിൽക്കുന്നത് 2 റൗണ്ടുകളാണ്. ഏതാണ് മോൻ ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ സ്ക്രീനിൽ 2 വിശുദ്ധരെ കാണിക്കും. വിശുദ്ധ എവപ്രാസിയാമ്മ, വിശുദ്ധ മദർ തെരേസ. ആരെയാണ് മനാസ് ചൂസ് ചെയ്യുന്നത്? വിശുദ്ധ എവപ്രാസിയാമ്മ. മനാസ് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിശുദ്ധ എവപ്രാസിയാമ്മയാണ് മനാസ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം നോക്കാം. എവപ്രാസിയാമ്മയുടെ മാമോദീസ പേര് എന്ത്? ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എവപ്രാസിയാമ്മയുടെ മാമോദീസ പേര് എന്ത്? മനസ്സിലേക്ക് വരുന്ന ഒരു ഉത്തരം പറഞ്ഞേ. നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് മനാസ്. തെരേസ്യ. വേറെ ഏതെങ്കിലും ഉത്തരം മനാസിന്റെ മനസ്സിലുണ്ടോ? ഏതെങ്കിലും ആൻസർ? മേരി. മനാസ് വീണ്ടും ഒരു ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉത്തരം ശരിയാണോ നോക്കാം. ആൻസർ റോസ എന്നാണ്. അപ്പോൾ ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് തെറ്റിപ്പോയി. അത് കാരണം നമുക്ക് ഈ റൗണ്ടിൽ സമ്മാനമില്ല. സങ്കടമൊന്നുമില്ലല്ലോ. അപ്പോൾ
മനാസിൻ്റെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരിപാടി കണ്ടാലോ? അപ്പോൾ ലിഖിത, ആരാണ് എന്ത് പരിപാടിയും കൊണ്ടാണ് ഇപ്പം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് വരാൻ പോകുന്നത്? അങ്ങനെ മനാസിന് സങ്കടം മാറ്റാനായിട്ട് വെറുതെ ചെറിയൊരു പരിപാടിയൊന്നും പോരല്ലോ, ഒട്ടും പോരാ. അതുകൊണ്ട് ഫൊറോന തലത്തിൽ ഗുരുവായൂരിലെ ജൂനിയർ CLC കുട്ടികൾ അവതരിപ്പിച്ച് 1ാം സ്ഥാനം നേടിയ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് അടുത്തതായിട്ട് പ്രേക്ഷിത വാഹിനിയിലേക്ക് എത്താൻ പോകുന്നത്. കൈയടിച്ച് നമുക്ക് അവരൊന്ന് സ്വീകരിച്ചാലോ? शक्तिपते वेदनादसुधे रावाळुमुर्विदन्द्योदके सर्वमूलप्रकृतिप्रजापते तत्त्वादितत्त्रियेकने जगत्साक्षिये मल्प्रणामम् मल्प्रणामम्। भजपालकुलजातनवनीश्वरं भजते सदा कन्यमर्यासुदं करुणानिलयमेकभूरक्षकं भजते सदा क्रिस्तुदेव प्रभुम्। മതിലേകഥാ ഒരു ഗോഷ്ഠജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം കാനായി ദേശേ ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിം കരണീയം ഹൃദയ ക്ലേശം കരുണാമയനവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ
പൗരപ്രമുഖനാം ശ്രീമോന്റെ മേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു. മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി. കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു. നിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി. 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു. 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജനം. അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ. ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടിയണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമഹിഷന്റെ യാനം. ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ. രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വരോനിക്ക എന്ന പാപം. എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നതേ വേശ നിന്തിരുമുഖം. കൈകാലിൽ ആഞ്ഞടിച്ചാണി തറച്ച നന്മയെ കുരിശിലേറ്റുന്ന തിന്മ. മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ. ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി. ദേവാലയ തിരശീല കീറി. സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. 3-ാം ദിനം ഉത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ. ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ. കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ. ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. മനസ്സേ സന്തോഷമായില്ലേ? ആ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നിൽക്കുന്ന റൗണ്ടിലേക്ക് പോയാലോ? ബാക്കി നിൽക്കുന്നത് ജെറീക്കോ റൗണ്ടാണ്. ജെറീക്കോ റൗണ്ട് വിഷ്വൽ റൗണ്ടാണ്. ഒരു വീഡിയോ നമ്മളിവിടെ പ്ലേ ചെയ്യും. അത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. അതിനകത്ത് നിന്നായിരിക്കും മനാസിന് ചോദ്യം വരുന്നുണ്ടാവുക.
പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാനായിട്ട് ഒരു നോട്ട് പാഡും പേനയും സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം മനാസിനെ എഴുതിയെടുക്കാം. ഓക്കെ, ആ മനാസ് വീഡിയോ കാണാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. MST പ്രേക്ഷിതരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമാണ് മഹാരാഷ്ട്രയിലെ കൊഡോളിയിലുള്ള MSTയുടെ ആദ്യ തദ്ദേശീയ കത്തോലിക്ക ഗ്രാമം. അധികം അറിയപ്പെടാത്ത ഈ ഗ്രാമം ഇന്ന് പ്രേക്ഷിത ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നൂറുമേനി ഫലം കൊയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിളനിലമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും വേണ്ടി ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഭവനങ്ങളും വഴി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവജനത്തെ കൈപിടിച്ചു നടത്താൻ MST മിഷണറി വൈദിക സമൂഹത്തിന് കഴിയുന്നു. തോമസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി 5 ഭൂഖണ്ഡങ്ങളിലായി ലോകം മുഴുവനിലും MST വൈദികർ തങ്ങളുടെ പ്രേക്ഷിത സാന്നിധ്യം എത്തിച്ചു കഴിഞ്ഞു. മനാസെ നോട്ടൊക്കെ ചെയ്തായിരുന്നോ എല്ലാം? ആ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ചോദ്യം ഇതാണ്: തോമസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി MST വൈദികർ എത്ര ഭൂഖണ്ഡങ്ങളിൽ സേവനം ചെയ്യുന്നു? 5 ഭൂഖണ്ഡങ്ങളിൽ. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കൈ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, 5. അപ്പോൾ ഈ റൗണ്ടിൽ ഈ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഓഡിയൻസ് എല്ലാവരും ചോദ്യം കേൾക്കാൻ റെഡിയല്ലേ? സമ്മാനം മേടിക്കാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ചോദ്യം പിടിച്ചോ. ചോദ്യം ഇതാണ്: തിരുവെങ്കിടം ഇടവക ഗുരുവായൂർ ഇടവക എന്ന പേര് സ്വീകരിച്ചത് എന്ന്? നമ്മുടെ ചേട്ടനാണ് ആദ്യം കൈപ്പൊക്കിയത്. മുന്നോട്ട് പോരെ. ആയിരത്തി 1987. 1987 ആണോ? 7 പുറകിലൊരു ചേച്ചി കൈപൊക്കിയിട്ടുണ്ട്, ഒരു കൊച്ചു കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചേച്ചിമാർ പറയുന്നു. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ചേട്ടൻ ആലോചിക്കൊരു സമയം വേണം. ചേട്ടൻ ആലോചിക്കുകയാണ്. 1986 ആണെന്നാണ് സംശയം. ചേട്ടൻ ഒന്ന് മാറ്റി 1986 ആക്കിയിട്ടുണ്ട്. മാസം ദിവസം ഓർമ്മയുണ്ടോ? ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു. എത്ര എൻ്റെ ഓർമ്മ അത്രയ്ക്കേ ഉള്ളൂ. സാരമില്ല. അപ്പം ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ ചേച്ചിക്ക് നമ്മൾ ചാൻസ് തരും. ആൻസർ ഞാൻ പറയാം. 1986 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൈയടിച്ചേ. മാസം ദിവസം ചേട്ടന് ഓർമ്മയില്ലെന്നാ പറഞ്ഞേ. അപ്പോൾ ജനുവരി 18. 1986 ജനുവരി 18 കറക്റ്റ് ആണോ ചേച്ചി? ആ ചേച്ചി തലയാട്ടിയ ചേച്ചി പറഞ്ഞ ഞങ്ങൾക്ക് ഉറപ്പാണ് കറക്റ്റാണ്. മനസ്സേ, ആ എല്ലാ റൗണ്ടും കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ലേ? ഇനി എന്താ ബാക്കിയുള്ളത്? നമുക്ക് രൂപത ഇടവകയോ രൂപതയോ സംബന്ധിച്ചുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി ബാക്കിയുള്ളത്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജനറൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള രൂപതകൾ ഏതെല്ലാം? മനസ്സിൽ കിട്ടുന്നില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഓഡിയൻസിന് കൊടുത്താലോ? ആ മനസ്സിന് ഓക്കെ ആണെങ്കിൽ നമ്മളിത് കൊടുക്കുക. ഓക്കെ. പേരെന്താണ്? ആൻമിയ. ആൻമിയ. ആൻമിയക്ക് ഒരു കയ്യടി കൊടുത്തേ. വന്നപ്പോൾ തൊട്ട് ഭയങ്കര എനർജി ആയിരുന്നല്ലേ ആൻമിയ? ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ആൻമിയ കുട്ടി, ഉത്തരം എന്താ? 3 തെറ്റിയാലും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ സമ്മാനം കൊടുക്കും അല്ലേ? അങ്ങനെ ചെയ്യണ്ടേ? ഏതൊക്കെയാണെന്ന് അറിയാമോ? ആൻസർ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് നോക്കണം. അങ്ങോട്ട് തിരിഞ്ഞു വന്നു. അവിടെയാണ് ആൻസർ കാണിക്കണേ. അവിടെ നോക്കാം നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന്. സമ്മാനം ആൻമിയക്ക് കിട്ടുമോ നോക്കാലോ. രാമനാഥപുരം, ഇരിങ്ങാലക്കുട, പാലക്കാട്. എത്രണ്ണമായി? 3 3 എണ്ണമായി. അപ്പൊ ആൻമിയ പറഞ്ഞ ആൻസർ കറക്റ്റ് അല്ലേ?
സമ്മാനം വേണോ? ആ. മനാസിന് സന്തോഷമായോ? ആ. ഒരു മിടുക്കി വന്ന് ആൻസർ പറഞ്ഞു. ആൾക്ക് ചിലപ്പോൾ ഇതെന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ ഇവിടെ വന്ന് ധൈര്യമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ വന്ന ഗുരുവായൂരുള്ള എല്ലാ കുട്ടികളും മിടുക്കനാണ്. പ്രായമൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾ മാത്രമല്ല, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾ ഗുരുവായൂരിന് ഒരു കയ്യടി തരാണ്. കൈയടിക്കോ? അങ്ങനെ 7 ചോദ്യവും കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം തെറ്റിയത് കാരണം നമുക്ക് മെമൻറ്റോ ഇല്ല, പക്ഷെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ടാണ് മനാസ് പോകാൻ പോകുന്നത്. മനാസിൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മ, പിന്നെ 2 അനിയന്മാര്. അപ്പോൾ മനാസിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരെ മനാസിനെ ഇവിടെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. മനാസെ, സമ്മാനങ്ങളുമായി താഴേക്ക് പോരാ. അങ്ങനെ അവസാനത്തെ പാർട്ടിസിപ്പൻറ്റും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത് സമ്മാനങ്ങളോടെയാണ്. ആണോ? നമ്മുടെ പാർട്ടിസിപ്പൻസ് മാത്രമല്ല, ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഓഡിയൻസിൻ്റെ കയ്യിൽ വരെ പലവരുടെയും കയ്യിൽ നിറയെ സമ്മാനങ്ങളാണ്. അപ്പോൾ MSTയുടെ പ്രേക്ഷിത വാഹിനി സമ്മാനങ്ങളൊക്കെ തന്ന് അവസാനത്തെ പാർട്ടിസിപ്പൻറ്റിനെയും ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട്. ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഫിലിപ്പി 1:21. പാപികളായി നമുക്ക് വേണ്ടി ആണിപ്പഴുതുകൾ ഏറ്റുവാങ്ങിയവനാണ് നമ്മുടെ നല്ലിടയനായ ഈശോ. ഈ ജീവിതം മുഴുവൻ അവൻ്റെ മഹനീയമായ സമ്മാനമാണ്. ജീവിക്കുന്നെങ്കിൽ അത് അവന് വേണ്ടി, മരിക്കുന്നതെങ്കിലും അത് അവന് വേണ്ടിയാണ്, അവനായിട്ടുള്ള നേട്ടമാണെന്ന് കരുതി സുവിശേഷം പ്രഘോഷിച്ച് നമുക്ക് ആകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറി ആകാൻ. ദിസ് ഇസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.